ഹായ് ഹലോ നമസ്കാരം. ഞാനിത് ഇന്ന് വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞ ദിവസം വലിയൊരു വഴക്ക് നടന്നിരുന്നു. ബിന്നി സെബാസ്റ്റ്യനും ഷാനവാസും തമ്മിലുമായിരുന്നു വഴക്ക്. വഴക്കിനിടയിൽ ബിന്നിയുടെ ഭർത്താവ് നൂബിൻ പെൺകോന്തനാണെന്ന് ഷാനവാസ് പറഞ്ഞത് വലിയ ചർച്ചയായി. പല ആവർത്തി നൂബിനെ ഷാനവാസ് പെൺകോന്തൻ എന്ന് വിളിച്ചിരുന്നു. ബിന്നിയും ശക്തമായി പ്രതികരിച്ചിരുന്നു. ഈ സീസണിൽ സഹമത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ച ഒരാൾ ഷാനവാസ് തന്നെയാണ്. പ്രേക്ഷകരും ഇക്കാര്യത്തിൽ ഷാനവാസിനെതിരാണ്. ഇപ്പോഴിതാ പെൺകോന്തൻ എന്ന വിളിയിൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് നൂബിൻ ജോണി. ഷാനവാസിനെപ്പോലെ തറയാകാൻ താല്പര്യമില്ലാത്തതിനാൽ അതേ രീതിയിൽ മറുപടി നൽകുന്നില്ലെന്നാണ് നൂബിൻ പറയുന്നത്. ആദ്യം പ്രതികരിക്കണ്ട എന്ന് കരുതി, പിന്നെ തോന്നി മറുപടി പറയാമെന്ന്. പെൺകോന്തൻ എന്ന് എന്നെ ഷാനവാസ് വിളിച്ചതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ബിഗ് ബോസ് ഒരു ഗെയിം ഷോയാണെന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ കേട്ട തെറികളെല്ലാം അതിൻ്റെ വഴിക്ക് വിട്ടതും. ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഷാനവാസ് ഒരിക്കൽ ബിന്നിയുമായുള്ള വഴക്കിനിടെ എന്നെ പെൺകോന്തൻ എന്ന് വിളിച്ചിരുന്നു. അത് ചോദിക്കണമെന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ കരുതിയിരുന്നു. എന്നാൽ ഞാൻ ചോദിച്ചില്ല. കാരണം അതൊരു ഗെയിം ഷോയാണെന്നും ഞാൻ അവിടെ ഗസ്റ്റായി പോവുകയാണെന്നുമുള്ള വ്യക്തമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു. അവിടെയുള്ളവരെല്ലാം ഗെയിം കളിക്കേണ്ടതാണ്. ഞാൻ ബിഗ് ബോസിൽ പോയി മാന്യമായി തന്നെ തിരിച്ചു വന്നു എന്ന് കരുതുന്നു. അതുപോലെ ഹൗസിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ അടി പുറത്ത് നടക്കുന്നുണ്ട്. PR വർക്കിൻ്റെ എക്സ്ട്രീം ലെവലാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നെ അടക്കം എല്ലാവരെയും PRകൾ ചീത്ത വിളിക്കുന്നുണ്ട്. ഷാനവാസ് എന്നെ പെൺകോന്തനാണെന്ന് കുറഞ്ഞത് 50 തവണയെങ്കിലും വിളിച്ചു കാണും. അപ്പോൾ ചിലർ ചോദിക്കും, ബിന്നിയും ഷാനവാസിൻ്റെ വീട്ടുകാരെ പറഞ്ഞല്ലോ എന്ന്. ഷാനവാസേ, നീ നിൻ്റെ വീട്ടിലുള്ളവരോട് പറയുന്നത് പോലെ ഞങ്ങളോട് പറയരുത് എന്നാണ് ബിന്നി പറഞ്ഞത്. അതിൽ എന്താണ് തെറ്റ്? എന്തുകൊണ്ട് ഷാനവാസ് എന്നെ പെൺകോന്തൻ എന്ന് വിളിച്ചുവെന്ന് അറിയില്ല. ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടു കാണും. ചെറുപ്പം മുതൽ വീട്ടുജോലിയിൽ മമ്മിയെ സഹായിക്കുന്ന ആളാണ് ഞാൻ. വീട് തൂത്തുവാരും കുക്കിംഗ് ചെയ്യും. കല്യാണം കഴിച്ച ശേഷം ഞാൻ എൻ്റെ ഭാര്യയെയും അതുപോലെ തന്നെ സഹായിക്കുന്നു. ബിന്നിയുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളും നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. ബിന്നിക്ക് ചില കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ എന്നെ കഴിയും പോലെ അവളെ ഞാൻ സഹായിക്കാറുണ്ട്. ഞാനും അവളും ജോലിക്ക് പോകുന്നവരുമാണ്. സീരിയൽ അഭിനയം അത്ര ഈസിയുള്ള കാര്യമല്ല. നായിക വേഷങ്ങൾ ചെയ്യുന്ന പെൺകുട്ടിയാണെങ്കിൽ സീരിയൽ ഷെഡ്യൂൾ തീരുമ്പോഴേക്കും ക്ഷീണിതയാകും. അതുകൊണ്ട് തന്നെ ഓഫുള്ള ദിവസങ്ങളിൽ ബിന്നിയെ ജോലി ചെയ്യിക്കാതെ പരമാവധി കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യും. അവൾ വിശ്രമിച്ചോട്ടെ എന്ന് കരുതും. ഈ ഒരു കാരണം കൊണ്ടാണ് ഷാനവാസ് എന്നെ പെൺകോന്തൻ എന്ന് വിളിച്ചതെന്ന് അറിയില്ല. ഷാനവാസ് അവൻ്റെ ഭാര്യയെയും അമ്മയെയും അടിമകളെപ്പോലെയാകും കാണുന്നത്. വീട്ടുകാര്യങ്ങൾ നോക്കുന്നുണ്ടാവില്ല എന്ന് കരുതി എല്ലാവരും അങ്ങനെയാവില്ലല്ലോ. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ജോലി ചെയ്യുന്നത് കണ്ടതുകൊണ്ടാകാം പെൺകോന്തൻ എന്ന് വിളിച്ചതെങ്കിൽ ഞാൻ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു.